مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. اللهم لك الحمد وإليك المستكى وأنت المستعان ولا حول ولا قوة إلا بالله العلي العظيم. اللهم صل على نور الأنوار مسجد الأسرار وترياك الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله. الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين أما بعد. ആദരണീയരായ സയ്യിദ് അവറുകളെ, ബഹുമാനപ്പെട്ട ഷാഫി സഖാഫി, വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, കാരണവന്മാരെ, ശ്രോതാക്കളെ, ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി കടലുണ്ടി അവറുകളുടെ നേതൃത്വത്തിൽ കുറ്റാളൂർ ബുർദാനഗർ ദർസിലെ വിദ്യാർത്ഥികളുടെ സമാജമായ MHS സംഘടിപ്പിക്കുന്ന സപ്തദിന ബുർദ പഠന പ്രഭാഷണത്തിൻ്റെ അനുഗ്രഹീത സദസ്സിലാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പുണ്യമായ റബീഉൽ അവ്വലിൻ്റെ ആദ്യ വാരത്തിലെ മനോഹര രാവുകളിൽ നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ സദസ്സ് ഇവിടെ ഒരുക്കി തന്നതിന് ബഹുമാനപ്പെട്ട തങ്ങളവറുകളോടും അവിടുത്തെ ദർസിലെ വിദ്യാർത്ഥികളോടുമൊക്കെ ഈ പ്രദേശത്തുകാരായ ഞങ്ങൾ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. അല്ലാഹു ഇതിൻ്റെ ബറക്കത്തുകൊണ്ട് ഈ പ്രദേശത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ ഇസ്സത്തിലാക്കുമാറാകട്ടെ. മുബാറക്കായ ഈ മജ്ലിസ് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിട്ടുള്ള ബഹുമാന്യരായ ഷെയ്ഖുന ഖലീൽ തങ്ങൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും മറ്റു സാദാത്യങ്ങൾക്കും പണ്ഡിതന്മാർക്കും നൽകുമാറാവട്ടെ. ഈ സദസ്സ് കഴിഞ്ഞ് കൊല്ലം ജില്ലയിൽ ഒരു പരിപാടിക്ക് നാളത്തേക്ക് ഇന്ന് തന്നെ പുറപ്പെടുകയാണ്. അത് കഴിഞ്ഞ് ഉടനെ വിദേശത്തേക്ക് പോവുകയാണ്. പരിപാടിയുടെ അവസാനത്തിൽ വരാമെന്ന് അറിയിച്ചതനുസരിച്ച് അവിടുത്തെ ആജ്ഞ അനുസരിച്ച് പ്രഭാഷണം ഇവിടെ ആരംഭിക്കുകയാണ്. അനുഗ്രഹീത പ്രഭാഷകൻ ബഹുമാനപ്പെട്ട ഷാഫി സഖാഫി മുണ്ടമ്പറ, ഖാദിമുൽ ഖുർആൻ, മുഹിബ്ബുൽ ഖുർആൻ എന്ന സ്ഥാനപ്പേരിന് തീർത്തും അർഹനായ ഷാഫി സഖാഫി അവരുടെ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്നുള്ള ഉത്തമ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി കുല്ലിഹിം അജ്മഈൻ. സല്ലല്ലാഹു വസല്ലമ അലൈക യാ റസൂലല്ലാഹ്. സല്ലല്ലാഹു വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. كلما ذكرك الذاكرون وغفل عن ذكرك الغافلون وكلما أحبك المحبون وأبغضك المبغضون. أما بعد
فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. حبك الشيء يعمي ويصم صدق محمد رسول الله. من تذكر جيران بذي سلمي ما زجت دمعا جرى من مقلة بدمي أم هبت الريح من تلقاء كاظمتي وأومض البرق في الظلماء من إظمي فما لعينيك إن قلت كففاها متى وما لقلبك إن قلت استفق يهمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أيحسب الصب أن الحب منكتم ما بين منسجم منه ومضطرم لولا الهوى لم ترق دمعا على طلالي ولا أرقت لذكر الباني والعالمين فكيف تنكر حبا بعدما شهدت به عليك عدول الدمع والسقم مولاي صل وسلم دائما أبدا وعلموا أمة سيدنا ومولانا محمد. ആദരണീയരായ സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ, മറ്റു വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാർ, സദസ്സിലിരിക്കുന്ന പണ്ഡിതന്മാർ, സഹോദരന്മാർ, മുതഅല്ലിമീങ്ങൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു പുതുമയുള്ള പരിപാടി, അതിലപ്പുറം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി വികാരാർദ്രമായ ഭാഷയിൽ കിലോമീറ്ററുകൾ അകലെ നിന്ന് എത്രയോ ദൂരെ നിന്ന് തന്നെ ചാരത്ത് നിന്ന്
സാന്നിധ്യവും ഹബീബിന്റെ ഗന്ധവുമൊക്കെ ആസ്വദിച്ച് പാടുന്നത് പോലെ അവിടുത്തെ ഇഷ്ക് നിറഞ്ഞു നിൽക്കുന്ന ഹൃദയങ്ങളിൽ രൂപപ്പെട്ട കവിത എല്ലാവിധത്തിലും പൂർണ്ണമായ തന്റെ കാവ്യശൈലിയിൽ നമുക്കു മുമ്പിലേക്ക് കോറിയിട്ട് തന്നു. കാലങ്ങളായി ഈ കവിതയെക്കുറിച്ച് മഹാന്മാര് പഠിക്കാൻ തുടങ്ങി. വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഒരുപാട് രചിച്ചിട്ടുണ്ട്. 160 വരികളുള്ള ഇമാം ബൂസീരിയുടെ ഖസീദത്തുൽ ബുർദക്ക് അതിന്റെ ആശയങ്ങൾ വ്യാഖ്യാനിച്ചാലല്ല പറഞ്ഞത്. അതിനൊരു മുഖദ്ദിമ എഴുതിയാൽ, അതിനൊരു മുഖപുര എഴുതിയാൽ ഇബ്നു ഖൽദൂനിന്റെ മുഖദ്ദിമയെപ്പോലും 2ാം സ്ഥാനത്തേക്ക് തള്ളുമെന്നൊരു മഹാൻ പറഞ്ഞതായി കാണാം. ഇത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ള കാരണം, നാം ഇറങ്ങാൻ പോകുന്നത് എത്ര വലിയ ഒരു ബഹറിലേക്കാണ് എന്ന് നിങ്ങൾ ആദ്യമായി ചെറിയ രൂപത്തിലൊന്ന് ഉൾക്കൊള്ളാനാണ്. പാരാവാരം പോലെ പരന്നു കിടക്കുകയാണ് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കുകളുടെ അർത്ഥതലങ്ങൾ. ഇരുതല മൂർച്ചയുള്ള പദപ്രയോഗങ്ങളാണ് മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി നടത്തിയത് എന്ന് തുടർന്നുള്ള നമ്മുടെ ഈ സപ്തദിന പ്രഭാഷണങ്ങളിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഇന്ന് എത്രത്തോളം അതിന്റെ മധുരം നിങ്ങൾക്ക് നൽകാൻ കഴിയുമെന്ന ആശങ്കയിലാണ് ഞാനുള്ളത്. ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നമുക്ക് ഏറെക്കുറെ മഹാന്മാര് വരഞ്ഞു വെച്ചതിനെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ തന്നെ നമുക്കെന്തൊന്നില്ലാത്ത ഒരു മാനസിക നിർവൃതി നമുക്ക് ലഭിക്കുമെന്നതിൽ തർക്കമില്ല. ഇന്ന് നമുക്ക് ഈ സദസ്സിന് ഒരു തബറുക്ക് എന്ന നിലക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങളുടെ ഇക്കാക്കയും നമ്മുടെ സുന്നി കേരളത്തിന്റെ നേതാവും കൂടെയായ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുടെ ഉദ്ഘാടന പ്രഭാഷണമാണ് ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരെപ്പോഴാണോ വേദിയിലെത്തുന്നത് അതോടുകൂടി ഇന്നത്തെ പ്രഭാഷണം തൽക്കാലം നിർത്തിവെക്കണം. ഇന്നത്തെ പ്രോട്ടോകോൾ അങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് നാളെ തൊട്ട് നമുക്ക് നമ്മുടെ വിഷയത്തെക്കുറിച്ച് സുന്ദരമായി അവതരിപ്പിക്കുകയും ചെയ്യാം. ഇവിടെ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ കവിതയിൽ യഥാർത്ഥത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇമാം ബൂസീരിയുടെ ചർച്ചാ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുക എന്നതാണ്. തിരുനബി പ്രകീർത്തനം ലോകമെങ്ങും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ഒരു നവജാഗരണം, ഒരു പുത്തനുണർവ്. ഈ പുത്തനുണർവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുന്നതിൽ ഇന്ന് ആഗോളാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് തന്നെ കൊണ്ട് കഴിയുന്ന ഒരു വലിയ സേവനം ചെയ്തെങ്കിൽ ആ ഈരടികള് ഇന്നും പാടിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മുഹിബ്ബീങ്ങളായ ആശിഖീങ്ങളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ പ്രയാസമില്ലാത്ത മനസ്സിന്റെ ഉടമകള് തൊട്ടുകൂടാ, ഓർത്തുകൂടാ, പറഞ്ഞുകൂടാ, അവിടത്തേക്ക് അടുത്തുകൂടാ എന്ന അവസ്ഥ നിലനിൽക്കുന്നവരെ കുറിച്ച് നമുക്ക് ചർച്ചയില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിരറ്റു സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചവർക്ക്, അത് പഠിച്ചവർക്ക്, പഠിപ്പിക്കുന്നവർക്ക് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളിൽ ഒന്നുപോലും അച്ചടക്കരാഹിത്യമായി തോന്നില്ല. ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അത് ശരിക്കും ആസ്വദിക്കാൻ പോകുകയാണ്. എന്നാൽ ആഗോളാടിസ്ഥാനത്തില് ഇവിടെ എന്തുകൊണ്ട് ആഗോളാടിസ്ഥാനത്തിൽ ഇങ്ങനെ വലിയ വലിയ കോൺഫറൻസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു? മീലാദ് കോൺഫറൻസുകൾ, ആഗോളാടിസ്ഥാനത്തിൽ മീലാദ് സംഗമങ്ങൾ നടക്കുമ്പോൾ എനിക്ക് എന്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, നേരത്തെ നിങ്ങൾ സ്വാഗത ഭാഷണത്തിലും കേട്ടല്ലോ, എല്ലാവിധ എതിർപ്പുകളും ചുറ്റുപാടിൽ നിന്ന് സജീവമായ രംഗത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് വാനോളം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ബിദ്അത്തുകാർ ഒരിക്കലും അവരുടെ ഒരു വാദങ്ങളിലും വിജയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കാലങ്ങളോളമായി വാദിച്ചുകൊണ്ടിരുന്ന വാദം
യാതൊരു നാണക്കേടുമില്ലാത്ത രൂപത്തിൽ ഇപ്പോൾ തിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഭാഗമൊക്കെ ബുർദയിൽ തന്നെ നമുക്ക് ടച്ച് ചെയ്യാൻ വരുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ജിന്നും പിശാച്ചും സിഹ്റുമൊക്കെ ബുർദയിൽ തന്നെ കടന്നു വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് നമുക്ക് കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി സംസാരിക്കാം. എന്നാൽ ഇവർ ഒരു വിഷയത്തിലും വിജയിച്ചില്ല. ഞാൻ പറയുന്നത് ഭാഗികമായി ഏതാനും ചില സാധുക്കളെ പറ്റിക്കാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവരുടെ വികലമായ ആശയങ്ങൾ അനുസരിച്ച് പറ്റിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുകയാണ്. അതെന്താണ്? തീരെ തന്നെ പള്ളിയിലേക്ക് പോയിട്ടില്ലാത്ത ഉമ്മാമനെ മകൻ ഗൾഫിൽ പോയി ബിദ്അത്തിന്റെ ആളായി തിരിച്ചു വന്നതിന്റെ ശേഷം ആ ഉമ്മാമനെ, തന്റെ പ്രിയപ്പെട്ട മാതാവിനെ, അതാ തന്റെ മണിപ്പേഴ്സിൽ നിന്ന് വീട്ടിലെ ചെലവ് നിയന്ത്രിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോ ആ ഉമ്മാമനെ നിസ്കാരക്കുപ്പായം ഇടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു പക്ഷേ സാധിച്ചിട്ടുണ്ടായിരിക്കാം. അതേ രൂപത്തിൽ തന്നെ നിങ്ങളുടെയൊക്കെ നാടുകളില് 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിരുന്ന ചിലരെങ്കിലും 8 റക്അത്ത് നിസ്കരിച്ചതായി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഭാഗികമായി ചില കാര്യങ്ങളില് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു അഭിപ്രായം സ്വാഭാവികമായി ഏതു ചെയ്യും? സുന്നത്തി ജമാഅത്തിന്റെ ആളുകളിൽ തന്നെ വേണ്ടത്ര അഖീദ ഉറച്ചിട്ടില്ലാത്ത ആളുകളിൽ അവർ പറയുന്നതും ശരിയല്ലേ എന്ന് തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ സുന്നിയായ ഒരു മനുഷ്യന് ഇന്ന് വരെ മീലാദുർ റസൂൽ ആഘോഷിക്കുന്നതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്നിടത്ത് ഒന്നും പറയാൻ സാധിച്ചിട്ടില്ല, അവരെ കൊണ്ടത് പറയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? മറ്റു പല മേഖലകളിലും ഇതുപോലെ ജീർണിച്ച സംസ്കാരങ്ങൾ നമുക്ക് പല നാടുകളിലും ചെല്ലുമ്പോൾ കാണാൻ കഴിയും. എന്നാൽ എത്രയോ എതിർപ്പുകള്, ഇവരുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുകൾ കൂടുന്തോറും ഈ ലോകത്ത് സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളാണ്. കാരണം ഈ സദസ്സിലിരിക്കുന്ന എന്റെ ഉപ്പമാർക്കറിയാം, എന്റെ ജ്യേഷ്ഠന്മാർക്കറിയാം, എന്റെ അനുജന്മാർക്കറിയാം, മുമ്പ് കാലത്ത് നിങ്ങളുടെയൊക്കെ മദ്രസ ഹാളുകളിൽ വളരെ സ്വകാര്യമായി കഴിഞ്ഞിരുന്ന, നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രം റോഡിലൂടെ ഇറങ്ങി ഘോഷയാത്ര നടത്തിയിരുന്ന ഈ പരിപാടി ഇന്ന് ആബാലവൃദ്ധം ജനങ്ങളുടെ സാന്നിധ്യം മീലാദ് ഘോഷയാത്രയിലുണ്ട്. നമ്മൾ കണ്ടുവരുന്നത് അതാണ്. നേരത്തെ ഒരു ചെറിയ കുലാവി കൊടുത്ത് നടത്തിക്കൊണ്ടിരുന്ന നമ്മുടെ മീലാദ് പരിപാടികള് ഇന്ന് വലിയ വലിയ അന്നദാനങ്ങളിലൂടെ, മാംസദാനങ്ങളിലൂടെ അത് നടന്നുകൊണ്ടിരിക്കുന്ന, എത്രയോ 10,000 മുടക്കിയിട്ട് ആണ് യഥാർത്ഥത്തിൽ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരുനബി പ്രകീർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അനുദിനം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ മദ്രസ അങ്കണത്തിൽ നിന്ന് മാറി നമ്മുടെ പട്ടണത്തിലേക്ക് വന്നു, നമ്മുടെ ടൗണുകളിലേക്ക് വന്ന് അങ്ങനെ അത് വലിയ പരിപാടികളായി വ്യാപിച്ച് ഇന്ന് അന്താരാഷ്ട്ര കോൺഫറൻസുകളായി മാറിയിരിക്കുകയാണ് മീലാദ് കോൺഫറൻസുകൾ. എന്താണ് ഇതിന്റെ കാരണം? ഇത്രയധികം എതിരാളികൾ ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ ഹബീബിനെ പ്രകീർത്തിക്കുക എന്ന ഈ സംരംഭത്തിന് ചെറിയ ഒരു തളർച്ചയെങ്കിലും വരുത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാ? അള്ളാഹു നേരത്തെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത ഒരു വൻ ഓഫറാണിത്. എന്താണ് ആ ഓഫർ? വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ, വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ബഹുമാനപ്പെട്ട ഇസ്മാഈലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി, ഇങ്ങനെ തുടങ്ങിയ മഹാന്മാർ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ എന്നതിന് അർത്ഥം കൊടുക്കുന്നത് അയ്യൽ അയ്യാമുൽ ആഖിറതു ഖൈറുൽ ലക മിനൽ അയ്യാമിൽ ഊലാ, വരും നാളുകൾ കഴിഞ്ഞുപോയ നാളുകളെക്കാൾ നിങ്ങൾക്ക് ഉത്തമമാണ് യാ റസൂലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത ഒരു ഓഫറാണിത്. നേരത്തെ പ്രഖ്യാപിച്ച ഓഫറാണ്. നബിയെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരും നാളുകള് കഴിഞ്ഞുപോയ നാളുകളെക്കാൾ നിങ്ങൾക്ക് ഉത്തമമാണ്. വറഫഅനാ ലക ദിക്റക എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല മറ്റൊരിടത്ത് ഇതേ രൂപത്തിൽ പറഞ്ഞു, നിങ്ങളുടെ പരാമർശം നാം വാനോളം പൊക്കിയിരിക്കുന്നു. അല്ലാഹു തആല തന്റെ വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നു, നബിയേ, ഇദാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ
വരും നാളുകൾ കഴിഞ്ഞുപോയ നാളുകളെക്കാൾ നിങ്ങൾക്ക് ഖൈറാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇമാം ബൈളാവിയുടെ തഫ്സീർ കണ്ടാൽ, ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ കണ്ടാൽ, അവരൊക്കെ പറയുന്നത് യസീദുഹു ഇസ്സൻ ഇലാ ഇസ്സിഹി യൗമൻ ഫയൗമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അനുദിനം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് അല്ലാഹു അതിനെ കയറ്റിക്കൊണ്ടിരിക്കും, അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ, ഇന്ന് നമ്മൾ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സ്വലാത്ത് മജ്ലിസുകൾ കാണുമ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല. എവിടെയെങ്കിലും ഒരു മൂലയിൽ കൂടിയിരുന്ന സ്വലാത്ത് മജ്ലിസുകൾ ഇന്ന് വലിയ വലിയ സ്വലാത്ത് കോൺഫറൻസുകളായി മാറി. ഉറപ്പാണ്, അന്താരാഷ്ട്ര തലങ്ങളിൽ സ്വലാത്ത് കോൺഫറൻസുകൾ നടക്കും, മീലാദ് കോൺഫറൻസുകൾ നടക്കുന്നത് പോലെ സ്വലാത്ത് മജ്ലിസുകൾ നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ വിവിധ തരത്തിലുള്ള മീലാദ് പ്രഭാഷണങ്ങൾ നടക്കും. ഈ കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം തൊട്ട് തുടങ്ങിയ ഒരു പരിപാടി, ആ പരിപാടി ഒന്നും കൂടെ ഹയാത്താക്കുകയാണ്. എന്തേ കാരണം? കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് ഗാനം ആലപിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ പ്രശസ്തമായ ഭാനത്തു സുആദ് എന്ന പാട്ട്, ഈ കവിത ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യാൻ വേണ്ടി പാടിയ വരികളാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് ചൊല്ലിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തോളിലുണ്ടായിരുന്ന ഷാളെടുത്ത് ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ സമ്മാനിച്ചെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് ഇത് ചെയ്തിട്ടുണ്ട്. ഹബീബിൽ നിന്ന് ഇതിനു വ്യക്തമായ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. നബിയുടെ ജീവിതകാലത്തും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നതിന്റെ മുമ്പ് പോലും മറ്റംബിയാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് പറഞ്ഞിട്ടുണ്ട്. ജീവിക്കുന്നതിന്റെ മുമ്പ്, ജീവിതകാലത്ത്, ജീവിതശേഷവും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തേ കാരണം? ഈ ഹബീബ് മരിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ബുർദയിലെ വരികളിൽ വ്യാഖ്യാനിക്കുമ്പോൾ ആവശ്യം വന്നെങ്കിൽ അതിനനുസരിച്ച് ഞാൻ വിശദീകരിക്കാം. ഹബീബ് മരിച്ചു എന്നുള്ള പ്രയോഗം, ഞാൻ പറയുന്ന ഹബീബ് വഫാത്തായിട്ടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് വളരെ ഗൗരവത്തോടെ ഓർക്കേണ്ട ഒരു പ്രയോഗമാണ്. കാരണം അതൊരിക്കലും ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്തുമ്പോൾ അതിനെ ദുരുപയോഗം ചെയ്യാൻ സാധിക്കാറുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അങ്ങനെയാണ്. ക്ലിപ്സുകളുടെ ലോകമായതുകൊണ്ട് ദുരുപയോഗം ചെയ്താൽ ഹബീബ് വഫാത്തായിട്ടില്ലെന്ന് വരെ ഇവർ പറയുന്നു എന്ന് പറഞ്ഞേക്കാം. ഞാൻ പറയുന്നത് ഹബീബ് വഫാത്തായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൗതിക ശരീരം തൽക്കാലം അങ്ങ് മാറി നിന്നു എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മണ്ണടിഞ്ഞു, മണ്ണായി പോയി, ദ്രവിച്ചു പോയി എന്നൊക്കെ വിശ്വസിക്കുന്നത് തൽക്കാലം സുന്നികളെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത വിഷയമാണ്. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച ഒരു തത്വമാണത്. വിശുദ്ധ ഖുർആൻ വിളിച്ചു പറഞ്ഞതാണ്, സംശയിക്കണ്ട, ഉറപ്പിച്ചു വെച്ചോ. അന്നഫിക്കും റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുള്ള ആളുകളോട് മാത്രമല്ല ഇത് പറഞ്ഞത്. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു അഭിസംബോധനം ചെയ്യുന്നത് മുഴുവനും യാ അയ്യുഹല്ലദീന ആമനൂ എന്ന പരാമർശങ്ങളാണ്. മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ എന്ന് പറഞ്ഞ 5-6 തരത്തിലുള്ള മര്യാദകൾ പഠിപ്പിക്കുമ്പോഴാണ് ഈ വിഷയം അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയത്. നിങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യമുണ്ടെന്ന് നിങ്ങൾ ഉറപ്പിക്കണം. അതിൽ സംശയമുണ്ടാകാൻ പാടില്ല. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, എന്താണ് ഈ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയ സാന്നിധ്യം ഇപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഇതുകൊണ്ടാണ് മഹാന്മാര് പൊട്ടിക്കരഞ്ഞത്, ഹബീബിനെ ഓർക്കുമ്പോഴേക്ക് പൊട്ടിക്കരഞ്ഞത്. ഹബീബിന്റെ റൗദയുടെ മുമ്പിൽ ചെന്നപ്പോൾ അവർക്ക് ഹബീബിന്റെ പരിമളം ലഭിച്ചത്. ആ ബൈത്തൊക്കെ വരുമ്പോ അതുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങൾ അടങ്ങുന്ന വരികൾ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ ഞാൻ അതേക്കുറിച്ച് വിശദീകരിക്കും. കാരണം അവർക്ക് ആ വാസന ആസ്വദിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, അവർക്കത് കാണാനുള്ള കഴിവുണ്ടായിരുന്നു, അവർക്കത് കേൾക്കാനുള്ള, അവർക്ക് കാണാനുള്ള കണ്ണും ആ വാസന അനുഭവിക്കാനുള്ള കഴിവും കേൾക്കാനുള്ള ചെവിയും ആ മഹാന്മാർക്ക് ഉണ്ടായിരുന്നു എന്നതാണ് അവരുടെ പ്രത്യേകത. അതില്ലാത്ത നമ്മള് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുകൊണ്ടാണ് ചില ആളുകളെങ്കിലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്, നിങ്ങൾ നബിദിനം ആഘോഷിക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരമദിനം അത് നിങ്ങൾ ഒരിക്കലും ആചരിക്കാറില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതനായി, ഇതൊരു മഹാഭാഗ്യമാണ്. ഇതോർക്കുകയാണ് മുസ്ലിമീങ്ങൾ ചെയ്യുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് ആചരിക്കാൻ മുസ്ലിമീങ്ങളില്ല. അങ്ങനെയല്ല മുസ്ലിമീങ്ങളുടെ ശൈലി. ഇത് വിശദീകരിച്ചുകൊണ്ട് ഒരു പണ്ഡിതൻ പറയുന്നത് കാണാം, വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഇന്നും അല്ലാഹുവിന്റെ ഹബീബിന്റെ ആത്മീയ സാന്നിധ്യം അനുഭവിക്കണം. അപ്പോഴാണ് ഒരു യഥാർത്ഥ മുസ്ലിമായി മുഅ്മിനായി നമുക്ക് ജീവിച്ചു മരിക്കാൻ കഴിയുക എന്ന് ഓർമ്മപ്പെടുത്തുന്നത് കാണാം. ഏതാവട്ടെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ എന്തു ചെയ്തു? അവരുടെ രചനാ പാടവങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തുന്നതില്, ഗദ്യമായും പദ്യമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുന്നതില് അവരുടെ രചനാ പാടവം അവർ ചിലവഴിച്ചു എന്ന് കാണാൻ കഴിയും. എത്രയോ മഹാന്മാരെ എണ്ണാൻ കഴിയും. ആ കൂട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തന രചനയില് മികച്ചു നിൽക്കുന്ന വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ട ഇമാം ബൂസിരിയെ കുറിച്ച് ഒരു വിശാലമായ ആമുഖം, ബുറുദയെ കുറിച്ച് ഒരു ആമുഖം, ഇതൊക്കെ പറയുമ്പോഴേക്ക് സമയം വൈകിപ്പോകും എന്നതുകൊണ്ട് മാത്രം ഞാൻ 1-2 വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടത് ബുറുദ അവലോകനമാണ്. നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പറഞ്ഞപ്പോൾ തന്നെ ഓർമ്മപ്പെടുത്തിയ കാര്യം അതാണ്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് ബുറുദ അവലോകനത്തിലേക്ക് കടക്കണമെന്നാണ്. നമുക്ക് ബുറുദ അവലോകനത്തിലേക്ക് അങ്ങനെ തന്നെ നമുക്ക് അങ്ങ് കടന്നു വരലാണ് അതിന്റെ ഭംഗി. കാരണം അത് ആസ്വദിക്കണം. നമുക്ക് 160 വരികളുള്ള ഈ ബുറുദ നമുക്ക് 7 ദിവസം കൊണ്ടൊന്നും ആക്കാൻ കഴിയില്ല. പക്ഷേ ബുറുദയുടെ കെട്ടുമട്ടും നിൽക്കുന്നത് രചന, ബഹുമാനപ്പെട്ടവരുടെ രചനാപാഠവം കണ്ടു നാം അന്തിച്ചു നിന്നുപോകും. ആദ്യമായി തീവ്രമായ തന്റെ അനുരാഗം പ്രകടിപ്പിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. അതേ രൂപത്തില് അത് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ടവര് സ്വന്തം ശരീരത്തോടുള്ള ധർമ്മമാണ്, മുജാഹദത്തുൻ നഫ്സാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞതിന്റെ ശേഷമാണ് ബഹുമാനപ്പെട്ടവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനത്തിലേക്ക് പോകുന്നത്. അങ്ങനെ വിഷയങ്ങളായിട്ട് വിവിധ വിഷയങ്ങളായി ഓർഡറാക്കിയതാണ് ഖസീദത്തുൽ ബുറുദ എന്നതുകൊണ്ട് ആ ഓരോ വിഷയങ്ങളിൽ നിന്ന് പൊള്ളുന്ന വരികൾ മാത്രം എടുത്ത് ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം തർത്തീബായി നമ്മൾ ഇന്ന് ചർച്ച ചെയ്താൽ എവിടെയും എത്തുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും വിശാലമാണ് ഇതിന്റെ വ്യാഖ്യാനങ്ങള്. നമുക്ക് പെട്ടെന്ന് ബുറുദയിലേക്ക് കടക്കണം. ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി വലിയൊരു മഹാനായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി എവിടെയാണ് ജനിക്കുന്നത്? ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത് ഈജിപ്തിലാണ്. മിസ്രിലാണ്. മിസ്രിലെ ദിലാസ് എന്ന പ്രദേശത്താണ് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്. അവിടെ നിന്ന് ജനിക്കുന്നത് അവിടെയാണ്. പക്ഷേ അവിടെ നിന്ന് തൽക്കാലം മാറി താമസിക്കുന്നു ബൂസീർ എന്ന സ്ഥലത്തേക്ക്. അങ്ങനെയാണ് ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി ആ പേരിൽ അറിയപ്പെടുന്നത്. അവിടുത്തെ പേര് മുഹമ്മദ് എന്ന പേരിൽ ബഹുമാനപ്പെട്ടവർ തന്റെ സാക്ഷാൽ നാമം അതാണ്. പക്ഷേ ഇന്ന് അറിയപ്പെടുന്നത് ഇമാം ബൂസിരി എന്ന പേരിലാണ്. ഷറഫുദ്ദീൻ, അബു അബ്ദുല്ല എന്നൊക്കെ അവിടെ ഓമനപ്പേരും സ്ഥാനപ്പേരുമായി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് ഒരാമുഖം എന്ന നിലക്ക് ബഹുമാനപ്പെട്ടവർ ബൂസീർ എന്ന സ്ഥലത്ത്, ദിലാസ് എന്ന സ്ഥലത്ത്, ഈജിപ്തിലെ ദിലാസ് എന്ന സ്ഥലത്ത് ജനിച്ചു. ഇതെന്നാ AD ഇപ്പം 2007 ആണല്ലോ. AD 1213 മഹാൻ ജനിക്കുന്നത്. 1213 ജനിച്ച് 1295 ബഹുമാനപ്പെട്ടവർ വഫാത്താവുകയാണ്. ഈ കാലയളവാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി ജീവിക്കുന്നത്. ചെറുപ്രായത്തിൽ തന്നെ തന്റെ രചനാ പാടവം മികവുറ്റതായിരുന്നു. ആരുടെ മുമ്പിലും ഒരു വരി കവിത അങ്ങ് ഇട്ടാൽ ആ കവിതക്ക് എന്തൊന്നില്ലാത്ത ഒരു സൗന്ദര്യം. ഇത് ശരിക്ക് കൊട്ടാരക്കവികൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. കൊട്ടാരക്കവിയായിരുന്നു ബഹുമാനപ്പെട്ടവര്. കൊട്ടാരങ്ങളിൽ കവിതയാലപിച്ച് കവിയരങ്ങുകളില് 1ാം സമ്മാനം നേടിയ ആളാണ് ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി. എന്നാൽ ആ കാലഘട്ടത്തിൽ തന്നെ അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ചും എഴുതുന്നുണ്ട്. പക്ഷേ കുറച്ചിങ്ങ് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മാത്രം പാടണമെന്ന് ചിന്തിക്കുകയും ഇമാമിന്റെ കൊട്ടാര സദസ്സുകളിൽ കിട്ടിയ അംഗീകാരമൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് എല്ലാം ഞാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി എല്ലാ ആയുസ്സും എന്റെ മുഴുവൻ കഴിവും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തട്ടെ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി തീരുമാനിക്കുകയാണ്. ഇത് ഇമാം ബൂസിരിയുടെ ബുറുദയിലെ തന്നെ 140-ാം വരിയിൽ ഇതിലേക്ക് സൂചനയുണ്ട്. ഖദംതുഹു ബിമദിഹിൻ അസ്തഖീലു ബിഹി ذنوب عمر مضى في الشعر والخدم
മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി പറയുകയാണ്, ഖദംതുഹു ബിമദീഹിൻ, എൻ്റെ ഈ കാവ്യ സമാഹാരം കൊണ്ട് ഞാൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സേവകനാവുകയാണ്. അവിടത്തേക്ക് വേണ്ടി വലിയ ഒരു സേവനമാണ് ഞാൻ ഇത് മുഖേന ചെയ്യുന്നത്. ഖദംതുഹു ബിമദീഹിൻ നസ്തഖീലു ബിഹി. ഈ രചന കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മാഴിച്ചു കളയാനുള്ള ശബമാണ്. രാജകൊട്ടാരത്തിലെ സേവനങ്ങൾക്കും അതുപോലെ തന്നെ രാജകൊട്ടാരത്തിൽ കവിയരങ്ങിൽ എന്റെ കവിത പാടിക്കൊണ്ട് മത്സരിക്കുന്നതിലുമായി ഞാൻ ഒരുപാട് കാലം തുലച്ചു കളഞ്ഞിട്ടുണ്ട്. ആ ജീവിതത്തിൽ വന്നുപോയ അപാകതകൾ പടച്ച റബ്ബ് എനിക്ക് പുറത്തു തരണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ മദ്ഹ് രചിക്കുന്നത്, ഈ കവിത രചിക്കുന്നത്. ഇതാണ് ബഹുമാനപ്പെട്ടവർ 140-ാം വരിയിലൂടെ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അപ്പം വലിയ അംഗീകാരമായിരുന്നു മഹാനവറുകൾക്ക് അന്ന് തന്നെ ഉണ്ടായിരുന്നത്. ഇന്ന് മഹാനവറുകള് അങ്ങനെ ഈ കവിത രചിച്ച് ബഹുമാനപ്പെട്ടവർ വഫാത്തായപ്പോ ഈജിപ്തിലെ ഇസ്കന്ദരിയയിൽ ആ മഹാൻ സമുദ്രതീരത്ത് ഇന്നും ഖബറടക്കം ചെയ്യപ്പെട്ട് കിടക്കുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മുടെ കേരളത്തിൽ എത്രയോ ആലിമീങ്ങള്, എത്രയോ പണ്ഡിതന്മാര്, സാദാത്യങ്ങള് അത് നേരിട്ട് പോയി സന്ദർശിച്ചവരാണ്, സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടിയവരാണ്. നമുക്ക് ഇമാം ബൂസീരിയുടെ ബുർദയുടെ അവലോകനമായി നാം നടത്തുന്ന ഈ സപ്തദിന പ്രഭാഷണത്തിന്റെ ഉദ്ഘാടന ചടങ്ങില് നമുക്ക് ഖൽബറിഞ്ഞ് ആശിച്ചു പോകാം. അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാം, പടച്ച റബ്ബേ, ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടാത്ത കുറെ ആളുകൾ ഉണ്ടാകും. അതിന് നീ എത്രയും പെട്ടെന്ന് സാധിപ്പിക്കണേ റഹ്മാനെ. പോരാ, ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്രയും സുന്ദരമായ രൂപത്തില് ചില വരികളൊക്കെ പാടുമ്പോൾ പാടിയാലും പാടിയാലും പൂതി തീരാത്ത വരികള് കസ്സഹിരി ഫീ തറഫി വൽ ബദ്രി ഫീ ഷറഫി തുടങ്ങിയ കവിതകള് വല്ലാതെ ആനന്ദിപ്പിക്കുന്ന കവിതകളുണ്ട്, ഹൃദയത്തെ ത്രസിപ്പിക്കുന്ന കവിതകളുണ്ട്. ആ കവിത പാടി ഞങ്ങളുടെ ഹൃദയത്തെ സുഖിപ്പിച്ച ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ മരിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, അതിന് ഞങ്ങൾക്ക് നീ സാധിപ്പിച്ചു തരണേ റഹ്മാനെ. തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രിയപ്പെട്ട കൂട്ടുകാർ, ബഹുമാനപ്പെട്ടവർ ഈ ഖസീദക്ക് വെച്ചിരുന്ന പേര് അൽ കവാകിബുദ്ദുർരിയ ഫീ മദ്ഹി ഖൈറിൽ ബരിയ. സൃഷ്ടികളിൽ അത്യുത്തമരായ ഒരു വ്യക്തിയെ പ്രകീർത്തിക്കുന്നതില് കോർത്തിണക്കപ്പെട്ട അൽ കവാകിബുദ്ദുർരിയ, മുത്തുമണികൾ എന്ന വാചകത്തിൽ ബഹുമാനപ്പെട്ടവർ ഇതിന് പേരിട്ടു. ബഹുമാനപ്പെട്ടവർ ഇതിന് പേര് കൊടുത്തത് ഇതാണ്. ഈ ഖസീദക്ക് പേരിട്ടിരുന്നത് അങ്ങനെയാണ്. പിന്നീട് പിൽക്കാലത്ത് ഖസീദത്തു ബുർഇദ എന്ന പേരില്, അതുപോലെ ഖസീദത്തുൽ ബുർദ എന്ന പേരില് എല്ലാം ഇത് അറിയപ്പെടുന്നുണ്ട്. എങ്ങനെയാണ്? ബുർദ യഥാർത്ഥത്തിൽ ബുർഉദ്ദ എന്ന വാക്ക് ലോപിച്ചുകൊണ്ട് ബുർദയായതാണെന്ന് പറയപ്പെടുന്നുണ്ട്. അല്ല, ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാളിട്ട് ആദരിച്ചതുപോലെ ഇമാം ബൂസീരിയെ സ്വപ്നത്തിൽ റസൂലുള്ളാഹി തങ്ങൾ തന്റെ ഷാള് കൊണ്ട് പുതപ്പിച്ചാദരിച്ചിട്ടുണ്ട് എന്ന അഭിപ്രായവും പറയുന്നത് കാണാം. ചരിത്രങ്ങളാണ്, പല അഭിപ്രായങ്ങളും അവിടെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഏതായാലും ആ നിലക്കാണെങ്കിൽ ബുർദ എന്നാൽ പുതപ്പ് എന്നാണ് അതിന്റെ അർത്ഥം. പുതപ്പിട്ട് ആദരിച്ച ഖസീദ കവിത എന്ന അർത്ഥത്തിലാണ് ഖസീദത്തുൽ ബുർദ എന്ന് പറഞ്ഞത്. അല്ല, ബുർഉദ്ദ രോഗശമനം എന്ന പദം ലോപിച്ച് അത് പിന്നീട് പറഞ്ഞു ബുർഉദ്ദ എന്ന് പറഞ്ഞ് അത് ബുർദയായി പോയതാണ് എന്നും മഹാന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കാരണം നമുക്കറിയാം. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ 160 വരികളുള്ള ഈ ഈരടികള് കേരളത്തിലെ കൊച്ചുകുട്ടികൾ പോലും ഇത് കേൾക്കാത്തവരില്ല. എല്ലാ പ്രായം ചെന്ന ഉപ്പമാർക്കും ഇതറിയാം. ഇതിന്റെ ജവാബ് അറിയാത്ത ഒരൊറ്റ കുട്ടിയും കേരളത്തിലില്ല. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ. എത്ര മനോഹരമാണത്. ഇതിനൊക്കെ ചില നിമിത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു വരി രചിച്ച് അരവരി പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ഘട്ടത്തില് ഹബീബ് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞുകൊടുത്ത ആ അരവരി എടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം
എന്ന ഈ ജവാബിന്റെ സ്വലാത്ത് പൂർത്തിയാക്കുന്നത് ഹബീബ് ചൊല്ലിക്കൊടുത്ത വാചകം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഒരാളൊരിക്കൽ ബുർദ രോഗശമനത്തിന് വേണ്ടി നേർച്ചയാക്കി ചൊല്ലിയിട്ടത് ഫലിച്ചില്ല. മറ്റൊരു മഹാനെ കണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, അല്ല, നിങ്ങൾ ഓരോ വരിക്കും മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ എന്ന ജവാബ് ചൊല്ലിയിരുന്നോ? അങ്ങനെയാണ് ഇമാം ബൂസീരി അത് രചിച്ചത്. ഓരോ വരിക്കും മൗലായ ചൊല്ലിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല. എന്നാൽ അങ്ങനെ ചൊല്ലൂ. ഓരോ വരിക്കും ചൊല്ലിയപ്പോൾ ആ മഹാന്റെ രോഗം സുഖപ്പെടുകയും ചെയ്തു. ഉറപ്പാണ്. നിങ്ങൾ ഒരു വിഷയത്തിന് നേർച്ചയാക്കി ബുർദ ചൊല്ലി നോക്കൂ. ബുർദയുടെ ഓരോ വരികളിലും നിങ്ങൾ ഈ മൗലായ എന്ന ജവാബ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. കുറച്ച് ക്ഷമിക്കേണ്ടി വരും, കുറച്ച് ദീർഘമാണ്. ഇത് കഴിയുന്നത് വരെ നിങ്ങൾ ക്ഷമാപൂർവം ഖിബ്ലക്ക് മുന്നിട്ട് ഉദൂ ചെയ്ത ഭക്തിപൂർവം അതോടൊപ്പം അതിന്റെ ആശയങ്ങൾ അല്പം ഗ്രഹിച്ചും കൂടെയാണെങ്കിൽ നിങ്ങളറിയാതെ റൗദയിലെത്തിപ്പോകും, മക്കയിലെത്തിപ്പോകും, മദീനയിലെത്തിപ്പോകും, ഗാർ ഹിറ, അതുപോലെ തന്നെ ഗാർ സൗർ. ഈ ഘട്ടങ്ങൾ, ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ നിങ്ങളുടെ മനസ്സുകൾ സഞ്ചരിക്കും. എന്തുകൊണ്ട്? ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങളെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു ഭാഗത്തേക്കും ഇമാം ബൂസീരി കൊണ്ടുപോകാത്തതില്ല, എല്ലാ ഘട്ടങ്ങളിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. ആ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി രോഗം ബാധിച്ച് കിടക്കുന്നു, വാതരോഗം പിടിപെട്ട്. ബഹുമാനപ്പെട്ടവർ അത് സുഖപ്പെടണമെന്ന നിയ്യത്തോടുകൂടിയാണ് ഈ കവിത രചിക്കുന്നത്. അങ്ങനെ ഈ കവിത രചിച്ച് പൂർത്തിയാകാനാകുമ്പോഴേക്ക് രോഗം സുഖപ്പെടുന്നു. രോഗം സുഖപ്പെട്ടു എന്ന് രോഗം സുഖപ്പെടുന്നത് എങ്ങനെയാ? അള്ളാഹുവിന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കാണുന്നു. അള്ളാഹുവിന്റെ ഹബീബിന് ഈ കവിത ഇങ്ങനെ ആലപിച്ചു കൊടുത്തു. കവിത ആലപിച്ചു കൊടുത്തപ്പം അള്ളാഹുവിന്റെ റസൂല് വല്ലാതെ ആനന്ദിച്ചു. അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ചുള്ള ഈ കവിത കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഹമാസകലം ഒന്ന് തടവിക്കൊടുത്തു. അല്ല, അവിടുത്തെ ഷാളെടുത്ത് ശരീരത്തിൽ പുതപ്പിച്ചു കൊടുത്തു. രണ്ടഭിപ്രായമുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് സ്വപ്ന ദർശനമുണ്ടായിട്ടുണ്ട്, തിരുദർശനമുണ്ടായിട്ടുണ്ട്. തിരുദർശനത്തിലൂടെ തന്റെ രോഗശമനം കിട്ടി, തനിക്ക് രോഗശമനം കിട്ടിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി പിറ്റേന്ന് അതാ പുറത്തിറങ്ങുന്ന സമയത്ത് തന്റെ രോഗം ശിഫയായ ഉടനെ തന്നെ ബഹുമാനപ്പെട്ടവര് അതാ അവിടുന്ന് പാടി, വമുന്ദു അൽസംതു അഫ്കാരി മദായിഹു വജത്തുഹു ലിഖലാസി ഖൈറ മുൽതസിമി. ബഹുമാനപ്പെട്ടവർ പാടി. ഇത് നമുക്ക് 149 വരിയിൽ കാണാം. തന്റെ രോഗം അപ്പോഴേക്ക് സുഖപ്പെട്ടു. സുഖപ്പെട്ടപ്പം പാടിയ വരിയാണത്. വമുന്ദു അൽസംതു അഫ്കാരി മദായിഹു, എന്റെ ചിന്താമണ്ഡലങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിനെ മദ്ഹ് ചെയ്യാൻ, പ്രകീർത്തിക്കാൻ വേണ്ടി ഞാൻ ജോലിയാക്കിയപ്പോൾ വമുന്ദു അൽസംതു അഫ്കാരി മദായിഹു വജത്തുഹു ലിഖലാസി ഖൈറ മുൽതസിമി, എന്റെ മോക്ഷത്തിന് വേണ്ടി ഞാൻ അകപ്പെട്ടിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് എനിക്ക് രക്ഷ നേടാൻ ഏറ്റെടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമനായ ഏറ്റെടുപ്പുകാരനായിട്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടെത്തിച്ചു. വജത്തുഹു ലിഖലാസി ഖൈറ മുൽതസിമി, എന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ മറ്റൊരാളും ഏറ്റെടുക്കാത്ത രൂപത്തിൽ ലോകത്ത് നിസ്തുലനായി എന്റെ വിഷയം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്ന ഒരു നേതാവായിട്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. കണ്ടോ നിങ്ങൾ, രോഗം സുഖപ്പെട്ട് ഈ കവിതയും ചൊല്ലി ബഹുമാനപ്പെട്ടവര് പിറ്റേന്ന് റോട്ടിലിറങ്ങിയ സമയത്ത് അതാ തന്റെ വഴിയിൽ വെച്ച് കാണുന്നു ഇമാം ഖർബൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. എന്തേ? അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ, ഇമാം ബൂസീരി പുറത്തിറങ്ങുമ്പോൾ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബുർ റജാ എന്ന് പറയുന്ന മഹാനെ അദ്ദേഹം കാണാനിടയായി. ശൈഖ് അബുർ റജാ കണ്ട ഉടനെ തന്നെ എന്റെ കൂട്ടുകാരനാണ്. ബഹുമാനപ്പെട്ട ബൂസീരി പറയുന്നു, കണ്ട ഉടനെ തന്നെ അബുർ റജാ എന്നോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചെയ്ത ആ കവിതയുണ്ടല്ലോ, അതിങ്ങു താ എന്ന് പറഞ്ഞു. ആരോടാ? ഇമാം ബൂസീരിയോട്. ഇമാം ബൂസീരി ഇത് പുറത്തൊരൊറ്റ കുട്ടിക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. താൻ ഉണ്ടാക്കി, ആരും അറിയാതെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുള്ളൂ. ഒറ്റ കുട്ടിക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ശൈഖ് അബുർ റജാ കണ്ടിട്ട് ചോദിക്കുന്നത്, അല്ല, നിങ്ങൾ ഇപ്പൊ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് മദ്ഹ് ആയി പാടിയ ആ ഖസീദയുണ്ടല്ലോ,
ആ കവിത അതെനിക്ക് വിട്ടുതരണം, ഞാനൊന്ന് പാടി നോക്കട്ടെ എന്ന് ശൈഖ് അബുർ റജാ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ ചോദിച്ചത്ര എനിക്ക് ഒരുപാട് കവിതകളുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്. അയ്യ ഖസീദത്തിൻ തുരീദ്, ഏത് കവിതയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഖസീദത്തു മുഹമ്മദിയയുണ്ട്, ഖസീദത്തു മുദരിയയുണ്ട്, ഖസീദത്തുൻ നൂറുണ്ട്, ഖസീദത്തുൽ ലാമുണ്ട്, ഖസീദത്തുൽ ഹംസിയയുണ്ട്, ഖസീദത്തുൽ ഹംസിയയുണ്ട്, തഖ്ദീസുൽ ഹറമി മിൻ തദ്നീസിൽ ളിറം എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി ഇതൊക്കെ കവിതകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ചുകൊണ്ട്, നബി തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഇമാം ബൂസീരി ഒരുക്കിയ കവിതകളാണ് ഖസീദത്ത് മുഹമ്മദിയ. 16 വരി ഉൾപ്പെടുന്ന 16 വരിയുള്ള ഖസീദത്ത് മുഹമ്മദിയ, 41 വരിയുള്ള ഖസീദത്ത് മുദരിയ, അതുപോലെ തന്നെ 60 വരിയുള്ള ഖസീദത്തു നൂറ്. മാത്രമല്ല ഖസീദത്തുൽ ലാം 292 വരികൾ, ഇതിനേക്കാൾ ഗംഭീരമാണ്, വലിപ്പമുള്ളതാണ്. ഖസീദത്തുൽ ഹംസിയ 456 വരികൾ, തഖ്ദീസുൽ ഹറമി മിൻ തദ്നീസിൽ ളിറം 97 വരികൾ. ഇതൊക്കെ എന്റെ കവിതകളാണ്. നിങ്ങൾ ഏത് കവിതയാ ഉദ്ദേശിച്ചത്? അപ്പോഴാ പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് ആ കവിതയാണ്. ഏത്? ഔവലുഹ, ആ കവിതയുടെ പ്രാരംഭം തുടങ്ങുന്നത് ഞാൻ ചൊല്ലിത്തരാം. ആമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്തദം അൻജറാ മിൻ മുഖ്ലത്തിൻ ബിദമി എന്ന വരി കൊണ്ട് തുടങ്ങുന്ന കവിതയാണ് എനിക്ക് ആവശ്യം. അതെവിടെയാ? ഉടനെ തന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ ഇന്ന് വരെ ഒരൊറ്റ കുട്ടിയോടും ഞാൻ ഈ കവിതയുണ്ടാക്കുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അല്ല ശൈഖ് അബുർ റജാഇന്റെ കൂട്ടുകാരാ, നിങ്ങൾ എങ്ങനെയാണ് ഈ കഥയറിഞ്ഞതെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, ഇന്നലെ ഞാൻ അതാ അർദ്ധരാത്രി എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ സ്വപ്നം കാണുന്ന റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കണ്ടപ്പോൾ എങ്ങനെയാ കണ്ടതെന്നറിയോ? തുൻഷിദുഹാ അലാ ഹബീബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കവിത നീ ഇങ്ങനെ പാടിക്കൊടുക്കുന്നു, നിങ്ങൾ ആ കവിത ഇങ്ങനെ പാടിക്കൊടുക്കുന്നു. ഇമാം ബൂസീരിയോട് പറയാ, നിങ്ങൾ റസൂലുള്ളാഹിക്ക് കവിത ഇങ്ങനെ പാടിക്കൊടുക്കുന്നു. ഫഹുവ, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതമായലു വയതഹറക് തഹറുകൽ അഗ്സാൻ. അതാ നല്ല ഇളം കാറ്റില് മരച്ചില്ലകൾ ഇളകും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളുടെ കവിത കേട്ടിട്ട് ഹബീബ് ഇങ്ങനെ ആടുന്നുണ്ട്. ഹബീബ് അങ്ങനെ ആനന്ദിച്ച് പാടി രസിക്കുന്നത് ഞാൻ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പാടുമ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ അതാ അതിനൊപ്പിച്ച് ഇളം കാറ്റിലെ മരച്ചില്ലകൾ ഇളകും പോലെ, അത് ആടുന്നത് പോലെ ഇളകുന്നത് പോലെ അള്ളാഹുവിന്റെ റസൂൽ ഇതിനു വേണ്ടി ഹരം പിടിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസീദത്തുൽ ബുർദയിലെ വരികൾ കേട്ട് ഹരം പിടിക്കുകയാണ്. അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്തദം അൻജറാ മിൻ മുഖ്ലത്തിൻ ബിദമി. ഇത്രയും നാം പറഞ്ഞ ഈ ഖസീദത്തുൽ ബുർദ ചെറിയ ഒരു മുഖദ്ദിമയോടുകൂടെ അങ്ങ് കടക്കാമെന്ന് കരുതിയാണ് ചുരുക്കിയത്. ഞാൻ പറഞ്ഞല്ലോ, മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂനിനെ പോലും തകർക്കുന്ന രൂപത്തിൽ ഇതിന് മുഖദ്ദിമ എഴുതാൻ കഴിയുമെന്ന് മഹാന്മാർ പറഞ്ഞു. അതെന്തായാലും നമുക്ക് ഇവിടെ പറയുമ്പോഴേക്ക് നമ്മുടെ സപ്തദിന പ്രഭാഷണം അതിനുവേണ്ടി തന്നെ നീക്കി വെക്കേണ്ടി വരുമല്ലോ, അതിൻ്റെ ഒരു ഭാഗം പറയാൻ. അപ്പൊ തൽക്കാലം ആമുഖം അത്ര മതി, നമ്മൾ വിഷയത്തിലേക്ക് കടക്കുക. ബഹുമാനപ്പെട്ടവർ പാടുകയാണ്, ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ വരി, ആമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്തദം അൻജറാ മിൻ മുഖ്ലത്തിൻ ബിദമി. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി വാതരോഗം പിടിപെട്ടത് സുഖപ്പെടാൻ നേർച്ചയാക്കിയിട്ട് ദാ കവിത രചിക്കുകയാണ്. കവിത രചിക്കുന്നതിന്റെ മുമ്പ് രചനാപാഠവമുള്ള ഇമാം ബൂസീരി എന്തെല്ലാം വിഷയങ്ങൾ ഞാനിതിൽ ഉൾപ്പെടുത്തണം. പാട്ട് പിന്നെയാ വരുന്നത്. ആശയങ്ങൾ ബഹുമാനപ്പെട്ടവർ മനസ്സിലിങ്ങനെ സങ്കല്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ശൈലികൾ മുഴുവനും ഉൾപ്പെടുത്താൻ പറ്റണം. ഹബീബിന്റെ അതാ പീഡനക്കഥകൾ, ഹബീബ് ഏറ്റുവാങ്ങേണ്ടി വന്ന പീഡനക്കഥകൾ, സഹനക്കഥകൾ എന്റെ കവിതയിൽ ഇല്ലാതിരിക്കാൻ പറ്റില്ല. ഈ രൂപത്തിൽ ബഹുമാനപ്പെട്ടവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇങ്ങനെ അങ്ങ് ചിന്തിക്കുമ്പോ ബഹുമാനപ്പെട്ടവരറിയാതെ കരഞ്ഞു പോകുന്നു. കണ്ടോ, കേട്ടോളൂ, കവി മനസ്സാണ്. എല്ലാ ഖസീദ
ഖസീദ എന്ന് പറഞ്ഞാൽ കവിതയാണ്. ഖസീദ എന്ന കാവ്യരചന തുടങ്ങേണ്ടത് യഥാർത്ഥത്തിൽ ഒരു പ്രേയസിയോട്, ഒരാളുടെ ഒരു കാമുകിയോടുള്ള സംഭാഷണം പോലെയാണ് അറബി പ്രയോഗത്തിൽ ഖസീദ എന്ന കവിത തുടങ്ങേണ്ടത്. ആ രൂപത്തിൽ തന്നെ, അതേ രൂപത്തിൽ ആ നിയമം പാലിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഏതോ ചില നഷ്ട കഥകൾ ഓർത്തുകൊണ്ട് കരയുകയാണ്. ആമിൻ തദക്കുരി ജീറാനിൻ ബിദി സലബി. ബഹുമാനപ്പെട്ടവരങ്ങ് കരഞ്ഞപ്പം ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കണ്ണുനീര് അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഓർത്തപ്പം സന്തോഷാധിക്യത്താൽ പൊഴിഞ്ഞ അശ്രുഗണങ്ങളാണ്. ആ അശ്രുഗണങ്ങൾ അങ്ങ് തുടച്ചു നോക്കുമ്പോ തെളിഞ്ഞ അശ്രുഗണങ്ങളല്ല, അതാ ചോര കലർന്ന രക്തം കലർന്ന അശ്രുഗണങ്ങളാണ്. അപ്പോൾ അങ്ങറിയാതെ പാടിപ്പോയതാണ്. ഒന്നാമത്തെ വരി തുടങ്ങുന്നു, ആമിൻ തദക്കുരി ജീറാനിൻ ബിദി സലബി. ദൂസലമിലുള്ള നിന്റെ കൂട്ടുകാരെ ഓർത്ത് പോയതാണോ? അതിനാണോ? അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്ത ദംഅൻ ജറാ മിൻ മുഖ്ലത്തിൻ ബിദമി. മസജ്ത ദംഅൻ, നിങ്ങൾ നിങ്ങളുടെ കണ്ണുനീരു മിക്സ് ചെയ്ത്, മസജ്ത ദംഅൻ ജറാ മിൻ മുഖ്ലത്തിൻ, കൺതടാകത്തിൽ നിന്നൊഴുകുന്ന കണ്ണുനീര് മിക്സ് ചെയ്തത് ഇതിനാണോ? ബിദമി, രക്തവുമായിട്ട്. എന്തേ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി ചോദിച്ചത്? ദൂസലമിലുള്ള നിന്റെ കൂട്ടുകാരെ ആലോചിച്ചതിനാണോ നീ കൺതടാകത്തിൽ നിന്ന് അണമുറിയാത്ത അശ്രുഗണങ്ങൾ ചാലിട്ടൊഴുക്കിയത്? അത് തെളിഞ്ഞ അശ്രുഗണങ്ങളല്ലല്ലോ, അത് ചെങ്കണ്ണീരാണല്ലോ. സ്വന്തം ശരീരത്തോടാ ബഹുമാനപ്പെട്ടവർ പറയുന്നത്. നീ കരഞ്ഞു തീർത്തത് കണ്ണീരല്ലല്ലോ, ചെങ്കണ്ണീരാണല്ലോ. എന്ത് പറ്റിപ്പോയി? ദൂസലമിലെ കൂട്ടുകാരാലോചിച്ചതിനാണോ ഇങ്ങനെ കരഞ്ഞത്? തീർച്ചയായും കവി ചോദ്യരൂപത്തിലാണ് വിഷയമിടുന്നത്. ആദ്യം സ്വന്തം ശരീരത്തോട് ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയുന്നത് നഅം സറാ തൈഫുമൻ. അവിടെ എത്തുമ്പോഴേ ഉത്തരാവുള്ളൂ. അതുവരെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ നീ ഇത്രയധികം വിഷമിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ചോരച്ചാലൊഴുക്കുന്നത്? എന്തേ പ്രശ്നം? നിനക്ക് ദൂസലമിലുള്ള കൂട്ടുകാരെ ഓർത്തുപോയതാണോ? എന്താണ് ഈ ദൂസലം? ദൂസലം എന്ന് പറഞ്ഞാൽ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലമാണ്. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലം, ഇതിനാണ് ദൂസലം എന്ന് പറയുന്നത്. മദീന മുതൽ മക്ക വരെ, മക്ക മുതൽ മദീന വരെ, ഈ സ്ഥലങ്ങൾക്കാണ് ദൂസലം. സലം വൃക്ഷങ്ങള് നിറഞ്ഞു നിന്നിരുന്നത് കൊണ്ട് അങ്ങനെ അവക്ക് ആ പേര് വിളിക്കപ്പെട്ടു എന്നതാണ്. അപ്പൊ എന്തേ അങ്ങനെ തന്നെ പറയാൻ കാരണം? മക്കത്തുള്ള കൂട്ടുകാരെ ഓർത്തിട്ടാണോ കരഞ്ഞത് എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ആരാവിടെ വിഷയം? സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങൾ ഓർത്തതാണോ നിന്റെ പ്രശ്നമെന്നാണ്? അല്ലെങ്കിൽ മദീനയിലാണല്ലോ അള്ളാഹുവിന്റെ ഹബീബിന്റെ റൗള കിടക്കുന്നത്, ആ നിലക്ക് മദീനത്തുള്ള ഹബീബിനെ ഓർത്തിട്ടാണോ എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ചോദിച്ചത്. ചോദിച്ചതെന്താ? ദൂസലമിലുള്ള നിന്റെ കൂട്ടുകാരെ ആലോചിച്ചിട്ടാണോ നീ കരഞ്ഞത്? എന്തേ അതിന് കാരണം? അള്ളാഹുവിന്റെ ഹബീബിനെ മക്കക്കാരനായി ഒതുക്കാൻ പറ്റില്ല. മക്കയുമായി ഹബീബിന് ബന്ധമുണ്ട്, മദീനയുമായി ബന്ധമുണ്ട്. പക്ഷേ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് തളച്ചിടാൻ പറ്റിയ ബന്ധമല്ല. മക്കയും മദീനയും ഉൾപ്പെടണം. രണ്ടും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരൊറ്റ വാക്കിൽ ദൂസലമിലുള്ള നിന്റെ കൂട്ടുകാരെ, മക്ക മദീന പരിസരങ്ങളിൽ വസിക്കുന്ന നിന്റെ കൂട്ടുകാരെ ആലോചിച്ചിട്ടാണോ നീ കരയുന്നത്? അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി. ഇനി ഇവിടെ ഈ ഒരു വിഷയം മാത്രമല്ല, ആ പദം ശ്രദ്ധിച്ചോ നിങ്ങൾ. ജീറാനിൻ ബിദി സലമി, ദൂസലമിലെ കൂട്ടുകാർ. നമുക്കൊക്കെ അറിയാമല്ലോ, ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി മദ്ഹ് ചെയ്യുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. നാളെ മഹ്ശറയിൽ നാം അലഞ്ഞു തിരിഞ്ഞു വലഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മളെ രക്ഷിക്കാനെത്തുന്ന ഖൈറു മുൽതസിമി എന്ന് മഹാനവറുകൾ പാടിയ, നമ്മെ ഏറ്റെടുക്കുന്ന ഏറ്റവും നല്ല ഉത്തമനായ ഏറ്റെടുപ്പുകാരൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഇവിടെ മദ്ഹ് ചെയ്യുന്നതെന്ന് ഉറപ്പാണല്ലോ. എന്നാ പിന്നെ അങ്ങനെ പറയേണ്ടതില്ലല്ലോ. അമിൻ തദക്കുരി ജാരിൻ ബിദി സലമി, ദൂസലമിലുള്ള കൂട്ടുകാരനെ, അയൽക്കാരനെ ഓർത്തിട്ടാണോ നീ കരയുന്നതെന്ന് ചോദിച്ചാൽ മതി. ചോദിച്ചതോ ജീറാനിൻ ബിദി സലമി, ബഹുവചനമായിട്ടാ പ്രയോഗിക്കുന്നത്.
അയൽക്കാർ എന്ന് ദൂസലമിലെ അയൽക്കാർ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താ? അവരെ ആലോചിച്ചിട്ടാണോ കരയുന്നത്? അതിനൊരു വ്യക്തമായ കാരണമുണ്ട്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറയിൽ നാം അലഞ്ഞു തിരിഞ്ഞു വലഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മളെ രക്ഷിക്കാനെത്തുന്ന ഖൈറു മുൽതസിമി എന്ന് മഹാനവറുകൾ പാടിയ നമ്മെ ഏറ്റെടുക്കുന്ന ഏറ്റവും നല്ല ഉത്തമനായ ഏറ്റെടുപ്പുകാരൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഇവിടെ മദ്ഹ് ചെയ്യുന്നതെന്ന് ഉറപ്പാണല്ലോ. എന്നാ പിന്നെ അങ്ങനെ പറയേണ്ടതില്ലല്ലോ. അമിൻ തദക്കുരി ജാരിം ബിദി സലമി, ദൂസലമിലുള്ള കൂട്ടുകാരനെ അയൽക്കാരനെ ഓർത്തിട്ടാണോ നീ കരയുന്നതെന്ന് ചോദിച്ചാൽ മതി. ചോദിച്ചതോ ജീറാനിം ബിദി സലമി, ബഹുവചനമായിട്ടാ പ്രയോഗിക്കുന്നത്. അയൽക്കാർ എന്ന് ദൂസലമിലെ അയൽക്കാർ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താ? അവരെ ആലോചിച്ചിട്ടാണോ കരയുന്നത്? അതിനൊരു വ്യക്തമായ കാരണമുണ്ട്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുമ്പോ ഹബീബിനെ മാത്രം ഓർക്കാൻ നമ്മുടെ പ്രസ്തുത കവിക്ക്, പ്രശസ്തനായ കവി ഇമാം ബൂസീരിക്ക് സാധ്യമല്ല. അതാണ് പ്രശ്നം. റസൂലുള്ളാഹിയുടെ കഥ പറയുമ്പം റസൂലുള്ളാഹിയെ വർണ്ണിച്ച് പാടുമ്പോ ഹബീബിനെ മാത്രം ഓർക്കാൻ കഴിയുന്നില്ല. കാരണം ഹബീബിനെ കുറിച്ച് മദ്ഹ് പാടുമ്പോ ഹബീബിന്റെ ഹിജ്റ മനസ്സിലേക്ക് തെളിയുകയല്ലേ. ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഹിജ്റ പോകുമ്പം ഹബീബിന്റെ കൂടെയുള്ള ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബറിനെ മാറ്റി നിർത്തിയിട്ട് ഒരു മുഹമ്മദുർ റസൂലുള്ളാഹി ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണോ? ഉമർ ഇബ്നുൽ ഖത്താബിനെ മാറ്റി നിർത്തിയിട്ട് റസൂലുള്ളാഹിനെ ചിന്തിക്കാൻ കഴിയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ മാറ്റി നിർത്തിയിട്ട്, അലി ഇബ്നു അബീ താലിബിനെ മാറ്റി നിർത്തിയിട്ട്, ഫാത്തിമ ബീവിയെ മാറ്റി നിർത്തിയിട്ട്, ഖദീജ ബീവിയെ മാറ്റി നിർത്തിയിട്ട്, ഇങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ലക്ഷോപലക്ഷം സഹാബാ കിറാമിനെയും സഹാബിയാത്തിനെയും മാറ്റി നിർത്തിയിട്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് ഓർക്കാനും പറയാനും പാടാനും കഴിയില്ല. അതുകൊണ്ടാ പറഞ്ഞത് അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി, ജന്നത്തുൽ ബഖീൽ കിടക്കുന്ന സഹാബത്തടക്കം മക്ക മദീനയുടെ പരിസരങ്ങളിൽ കിടക്കുന്ന ആ മഹാന്മാരെല്ലാവരും ഉൾപ്പെടും. സഹാബാ കിറാമിനെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിന്റെ ആ പഴയ കൂട്ടുകാരെ ആലോചിച്ചിട്ടാണോ, അവരുടെ കഥയെക്കുറിച്ച് ചിന്തിച്ചാണോ നിങ്ങൾ ഇത്രയും വിഷമിക്കുന്നത്, വേദനിക്കുന്നത്, കണ്ണീരൊഴുക്കുന്നത്? അല്ല, ചെങ്കണ്ണീരൊഴുക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുകയാണ്. അതാണ് അത്ഭുതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവർക്ക് പറയുമ്പോ അവരും ഓർക്കുന്നത് ആരെയല്ല, ശരിക്കും ശ്രദ്ധിക്കണം. ഇവർ ഓർക്കുന്നത് ആരെയല്ല? 1500 വർഷങ്ങൾക്ക് മുമ്പ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരാൾ എന്ന് പറഞ്ഞ്, അങ്ങനെ ഒരാൾ മരിച്ചുപോയി, മണ്ണായി ദ്രവിച്ചു, ഇങ്ങനെയുള്ള ഒരാളെ കുറിച്ചല്ല യഥാർത്ഥത്തിൽ മഹാന്മാർ ഓർക്കുന്നത്, ഈ പറഞ്ഞ ആളുകളൊന്നും ഓർക്കുന്നത്. ഇവർ ഓർക്കുന്നത് ഇന്നും മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും നിങ്ങളുടെ മനസ്സിലുണ്ട്, ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഇവർ ഓർക്കുന്നത്. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിൽ കൂടിയ അനുഭൂതിയാണ്. അല്ലാ സിദ്ദീഖുൽ അക്ബറിന് കൈകൊടുത്ത അനുഭൂതിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു സലാം പറഞ്ഞ അനുഭൂതി. ഇതൊക്കെ ഇല്ലാതെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയെ മാത്രം ഓർക്കാൻ അവർക്ക് സാധ്യമല്ല.